കുസൃതി ചോദ്യം. എടാ നിനക്കൊരു കാര്യം അറിയോ? നമ്മുടെ PT സാറും കെമിസ്ട്രി ടീച്ചറും തമ്മിൽ പ്രേമോ? പോടാ അവിടുന്ന്, നിന്നോട് ഇതാരാ പറഞ്ഞേ? അതൊക്കെ ഉണ്ട്. പറയടാ. എടാ നമ്മുടെ സീനിയർ ചേട്ടന്മാരുണ്ടല്ലോ, അവരാ പറഞ്ഞത്. എന്നാ പിന്നെ പുളുവായിരിക്കും, അവര് ചുമ്മാ പറഞ്ഞുണ്ടാക്കുന്നതാ. ചുമ്മാതെ ഒന്നും അല്ല അളിയ, എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഞാനും ഇവരെ ഒന്ന് വീക്ഷിക്കുമായിരുന്നു. അപ്പൊ സംഭവം ഏകദേശം കറക്റ്റ് ആണ്, രണ്ടുപേരും പ്രേമത്തിലാ. എടാ പൊട്ട, ഈ കാര്യം നീ എന്നോട് പറഞ്ഞത് പോട്ടെ, ഈ കാര്യം നീ വേറെ ആരോടെങ്കിലും പറയുവാണെങ്കിൽ നിനക്ക് നല്ല പണി കിട്ടും. ഡാ, സാർ ഇതുവരെ എഴുന്നേറ്റില്ലല്ലോ. പുള്ളി എന്തോ കണക്ക് ആലോചിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് കണ്ട് ഇതെപ്പോ കിടന്നുറങ്ങി. എന്നാ ഞാൻ സാറിനെ വിളിക്കട്ടെ? എന്തിന്? പുള്ളി അവിടെ കിടന്ന് ഉറങ്ങട്ടെ, നമുക്കിവിടെ വെറുതെ ഇരിക്കുക. എടാ പോടാ, വെറുതെ ഇരുന്നിട്ട് ബോറടിക്കുന്നു. സാർ എഴുന്നേക്കുമായിരുന്നെങ്കിൽ കുറച്ച് കുസൃതി ചോദ്യങ്ങൾ ചോദിപ്പിക്കായിരുന്നു. എന്നാ നീ വിളിക്ക്. സാറേ, സാറേ. അയ്യോ അടിക്കല്, നീ ഞാൻ വെട്ടിക്കോളാടി. സാറേ, സാർ എന്തോ സാറേ ഈ പിച്ചുമ്പയൊക്കെ പറയുന്നത്? സോറി, പെട്ടെന്ന് ഞാൻ വീട്ടിലാണെന്ന് വിചാരിച്ചു പോയി. അയ്യോ സമയം പോയല്ലോ. അപ്പൊ ഇന്നത്തെ എന്റെ ക്ലാസ് കഴിഞ്ഞ്. എന്നാ ഞാൻ പോട്ടെ മക്കളെ. അയ്യോ സാറേ പോവല്ലേ, സാർ അവിടെ ഇരിക്കും. ഞങ്ങളോട് കുറച്ച് കുസൃതി ചോദ്യങ്ങൾ ചോദിച്ചിട്ട് പോയാൽ മതി. എന്താ കുസൃതി ചോദ്യോ? അത് പിന്നെ ചോദിക്കാലോ. സാറേ, കുറെ കുസൃതി ചോദ്യങ്ങൾ ചോദിക്കാവോ? അയ്യോ കുസൃതി ചോദ്യം കുറെ ഞാനിവിടെ അടുക്കി വെച്ചേക്കുവോ. നീ പറയുമ്പോൾ ഇങ്ങനെ എടുത്ത് നിരത്താനെ കൊണ്ട് ഇത് തന്നെ കണ്ടുപിടിക്കാൻ പെടുന്ന പാട് എനിക്കറിയാം. പാട്ട് പാടാൻ അറിയോ സാറിന്? ഹോ എടം മണ്ട, പാട്ട് എനിക്കറിയാന്നല്ല ഞാൻ പറഞ്ഞത്, പാട്, കഷ്ടപ്പാട്. ശരി ശരി, എന്നാ സാർ കുസൃതി ചോദ്യങ്ങൾ ചോദിക്കേ. എന്നാ ഞാൻ ഒരു 6 കുസൃതി ചോദ്യം അങ്ങോട്ട് ചോദിക്കാം, അതുപോരെ? അതും ഓക്കെ ഇല്ലയോ? ഓക്കെ സെറ്റ്. എന്നാ പിടിച്ചോ. ആദ്യത്തെ ചോദ്യം ഒരു സിമ്പിൾ ചോദ്യമാണേ. ഒരിക്കലും മുട്ടയിടാത്ത കിളി ഏതാണ്? സാറേ ഞാൻ പറയാം, ബസ്സിലെ കിളി. ബസ്സിലെ കിളി. അയ്യേ, ഇതാണോ ഉത്തരം? അല്ല എന്റെ മീര, നീ ഇത് എവിടുന്ന് തപ്പി പിടിച്ചോണ്ട് വന്ന് ഈ ഉത്തരം? അല്ല, കറക്റ്റ് ഉത്തരം അല്ലേ? ആണെന്നല്ല തോന്നുന്നേ. പീരെ പറ്റി ഞാൻ ഇങ്ങനെയല്ല വിചാരിച്ചത്, കുറച്ചൊക്കെ ബുദ്ധി ഉണ്ടെന്ന് വിചാരിച്ച്. മോശമായി പോയി, അവരുടെ മുന്നിൽ നാണം കെടുവല്ലോ. മോശം മോശം. അപ്പൊ ഇതിന്റെ ഉത്തരവെന്ന് പറഞ്ഞാൽ ബസ്സിലെ കിളി. മീര എന്താ പേടിച്ചു പോയോ? പേടിച്ചെന്നോ? ഞാനങ്ങ് ഇല്ലാണ്ടായി. അയ്യോ സോറി മോളെ. ഇനി രണ്ടാമത്തെ ചോദ്യം. ഇതും ഒരു സിമ്പിൾ ചോദ്യമാണ്. വെള്ളം കുടിച്ച് മരിക്കുന്നത് ആര്? ഉത്തരം പറഞ്ഞേ. സാറേ ഞാൻ പറയാം. എങ്കിൽ നീ പറ. ഉത്തരം അറിയാമെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി കേട്ടോ. ഇതിന്റെ ഉത്തരം തീ. തീ കറക്റ്റ് ഉത്തരം. അപ്പൊ നിങ്ങൾ ഇതെല്ലാരും നേരത്തെ പഠിച്ചു വെച്ചിരിക്കുവായിരുന്നല്ലേ? അതെ. ഈ പാഠപുസ്തകത്തിൽ എന്തെങ്കിലും ഒന്ന് പഠിക്കാൻ പറഞ്ഞാൽ ആർക്കും വയ്യ, ഇതൊക്കെ അങ്ങ് പഠിച്ചു വെച്ചേക്കും അല്ലേ? അത് പിന്നെ അതൊക്കെ പോട്ടെ. ഇനി മൂന്നാമത്തെ ചോദ്യം. ഇന്ത്യയുടെ ബോർഡറിൽ നിൽക്കുന്ന കാള ചാണകം ഇടുന്നത് വീഴുന്നത് പാകിസ്ഥാനിൽ. പാൽ എവിടെ കൊടുക്കും? സാർ ഇതിന്റെ ഉത്തരം ഞാൻ പറയാം. കാളയ്ക്ക് പാലില്ല. അയ്യ മിടുക്കി, മിടുമിടുക്കി, ശരിയായ ഉത്തരം. ഇനി നാലാമത്തെ ചോദ്യം. മോഹൻലാലും ബഹദൂറും ശാസ്ത്രത്തിൽ ചേർന്നാൽ ആരാകും? ഇതിന്റെ ഉത്തരം ലാൽ ബഹദൂർ ശാസ്ത്രി. ആണോ? ഇതാണോ ഉത്തരം? ആണ് അല്ലേ? ആണോടാ? എനിക്കറിയില്ല. നീ അവനെ നോക്കാതെ എന്നെ നോക്ക്. ഞാനില്ലേ നിന്നോട് ചോദ്യം ചോദിക്കുന്നേ. അതായത് കറക്റ്റ് ഉത്തരമാണെന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. നിന്റെ മനസ്സങ്ങനെ കുറെ പറയും. എന്തുവായാലും ശരി ഉത്തരം തന്നെ. ഈ സാറ് പേടിപ്പിച്ചു കൊല്ലും. പേടിപ്പിച്ചു കൊല്ലുമെന്നോ? എടാ കഴുതെ, പീഡിപ്പിച്ചല്ല, പേടിപ്പിച്ച്. എന്താ അവിടെ ഒരു ബഹളം? ഒന്നുമില്ല സാറേ. അപ്പൊ ഇനി അഞ്ചാമത്തെ ചോദ്യം കേട്ടു. വെള്ളത്തിൽ കൂടി പോകുന്ന ബസ് ഏതാണ്? സാർ ഇതിന്റെ ഉത്തരം കൊളംബസ്. എന്താ കോമ്പസോ? കോമ്പസ് അല്ല സാറേ, കൊളംബസ്. അത് ഞാൻ ചുമ്മാ പറഞ്ഞതാ. കറക്റ്റ് ഉത്തരം. ഞാനൊരു സംഭവം തന്നെ. വേറെ ആരും ഇല്ലെങ്കിൽ. ഇനി ആറാമത്തെ ചോദ്യം, അതായത് അവസാനത്തെ ചോദ്യം. അപ്പൊ എല്ലാരും ശ്രദ്ധിച്ചു കേട്ടു. സാറേ എനിക്ക് ഛർദിക്കാൻ പറ്റില്ല. എടാ അമൂൽ ബേബി, ഛർദിക്കാനല്ല, ശ്രദ്ധിക്കാൻ. സോറി, മൈ മിസ്റ്റേക്ക്. അപ്പൊ ചോദ്യം ഇതാണ്. പരീക്ഷയുടെ അവസാനം എന്താണ്? സിമ്പിൾ ചോദ്യമാണ്, വേഗം ഒന്ന് ഉത്തരം പറ. ഞാൻ തന്നെ പറയാം. മണ്ടത്തരമാണെങ്കിൽ പറയണ്ട. മണ്ടത്തരമല്ല, ഇതിന്റെ ഉത്തരം എനിക്കറിയാം. എന്നാ നീ പറ. പരീക്ഷയുടെ അവസാനം എന്താണ്? ഇതിന്റെ ഉത്തരം ഷാ. കറക്റ്റ് ആൻസർ. അപ്പൊ നിങ്ങൾ എല്ലാരും ഞാൻ ചോദിച്ച 6 കുസൃതി ചോദ്യങ്ങൾക്കും കറക്റ്റ് ആയിട്ട് ഉത്തരം പറഞ്ഞു. എന്നാ ഞാൻ ഇനി ഇവർക്കുള്ള ചോദ്യം കൊടുത്തോട്ടെ? കൊടുത്തോ സാറേ. നിങ്ങൾക്കുള്ള ചോദ്യം പിടിച്ചു. മനുഷ്യരും കൊതുകും തമ്മിലുള്ള ബന്ധം ഉത്തരം അറിയാവുന്നവർ വേഗം താഴെ ഒന്ന് കമന്റ് ചെയ്യുക. പിന്നെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യുക.